നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിലുള്ളത് മുഴുവൻ ഒഫീഷ്യൽ സീക്രട്സ് ആണ്. ഇതെല്ലാം ചോർത്താനാണ് ജോൺസൺ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് അവൾ പലതും ചോർത്തി കാണില്ലേ? കാണും. അടുത്ത കാലത്ത് നമുക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചിരുന്നു. മിഥുൻ CCTV ഹാർഡ് ഡിസ്കുകൾ കൊണ്ടുപോയതിനു ശേഷമായിരുന്നതല്ല. അതുകൊണ്ട് പരാജയങ്ങൾക്ക് പിന്നിൽ അവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴാ സംശയം മാറി. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ജോൾസിന് അപ്പ ഇവിടെ ആർക്കോ വേണ്ടി ചാരപ്പണി ചെയ്യായിരുന്നു. അതെ, പക്ഷെ അമ്മയ്ക്ക് അവൾ വിശ്വസ്തയായിരുന്നു. ഒരിക്കലും അമ്മ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പനി ദ്രോഹിക്കില്ല. അപ്പോ വസുന്ധരാന്റി അവള് കയ്യിലെടുത്തതായിരിക്കും. ഗൗതം കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വില ആന്റിക്കാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാലോ. ആന്റി കൂടെയുള്ളപ്പോ ഗൗതം അടക്കം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് അവൾക്കറിയാം. സർ, ജോൾസൺ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു. ഓഫീസിന് പുറത്ത് അവളെ കാത്തൊരു ഡൽഹി രജിസ്ട്രേഷൻ കാർ നിൽപ്പുണ്ടായിരുന്നു. അതിലവൾ പോയത്. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേക്ക് നമ്പർ ആയിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ വിളിക്കോളൂ, ഞാൻ പോലീസിനെ വിളിച്ചോളാം. ശരി സാർ. അവൾ ഏതോ ശത്രുവിന്റെ ചട്ടുകമായിരുന്നു. അജ്ഞാതനായ ശത്രുവിന്റെ. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ തൊട്ടാ ചോദിക്കാൻ ആള് വരും. രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തി. ഗൗതം, മിഥുനു പിന്നിലും അജ്ഞാതനായ ഒരു ശത്രു ഉണ്ടായിരുന്നു. അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ്, ഒരു ചക്രവർത്തി. യെസ്, വിദേശത്തിരുന്ന് ചരട് വലിക്കുന്ന ശത്രു. ഒരുപക്ഷെ മിഥുനെയും ജോൽസിനെയും വിലക്കെടുത്ത് നമുക്കെതിരെ ആയുധമാക്കിയത് ആ എംപറർ ആയിരിക്കും.